ഡൽഹിയിൽ സ്ഫോടനം നടത്തുവാൻ ഉപയോഗിച്ച രാസവസ്തു ട്രൈ അസറ്റോൺ ട്രൈപെറോക്സൈഡ് അഥവാ മദർ ഓഫ് സാത്താൻ ആണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. പ്രവചനാതീതവും മാരകവുമായ സ്ഫോടനാത്മക സ്വഭാവമാണ് ഈ രാസവസ്തുവിന് ഇത്തരത്തിലൊരു ഭീകരമായ പേര് വരുവാൻ കാരണം. 2001 ഡിസംബറിൽ അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് 63 വിമാനത്തിൽ നടന്ന ഷൂ ബോംബർ ശ്രമം, 2005 ജൂലൈയിൽ ലണ്ടനിലെ പൊതുനിരത്തിൽ വെച്ചുണ്ടായ ബോംബിംഗ്, 2015 നവംബറിൽ നടന്ന പാരീസ് ആക്രമണം, 2016 ബെൽജിയം വിമാനത്താവളത്തിലും മെട്രോ സ്റ്റേഷനുകളിലും നടത്തിയ ബോംബിംഗ് ശ്രമം, 2017 മാഞ്ചസ്റ്റർ അരീന ബോംബിംഗ്, 2017 ലണ്ടനിലെ അണ്ടർഗ്രൗണ്ട് ട്രെയിനിലുണ്ടായ ബോംബിംഗ് ശ്രമം, 2019 ഏപ്രിലിൽ ശ്രീലങ്കയിലെ പള്ളികളും ഹോട്ടലുകളും ലക്ഷ്യമിട്ട് നടത്തിയ ഈസ്റ്റർ ബോംബിംഗിലും ഈ മാരക സ്ഫോടക വസ്തുവായിരുന്നു ഉപയോഗിച്ചിരുന്നത്. TATP വളരെ എളുപ്പത്തിൽ നിർമ്മിക്കുവാൻ സാധിക്കുന്നതും കണ്ടെത്താൻ പ്രയാസമുള്ളതും ചെറിയ താപനിലയിലോ ഘർഷണത്തിലോ പോലും പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുള്ളതുമായതുകൊണ്ടാണ് ഇത് തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഇഷ്ടപ്പെട്ട സ്ഫോടക വസ്തുവായി മാറിയത്. ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൽ 13 പേർ മരിക്കുകയും 20ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഡോക്ടർ ഉമർ മുഹമ്മദ് ആയിരുന്നു കാർ ഓടിച്ചിരുന്നത്. ഇയാളുടെ 3 സഹപ്രവർത്തകരായ ഷഹീൻ സയ്യിദ്, മുസമ്മിൽ ഷക്കീർ, ആദിൽ റാദർ എന്നിവരെ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റിലായവർ ജെയ്ഷെയുമായി ബന്ധമുള്ള ഒരു തീവ്രവാദ സംഘത്തിന്റെ ഭാഗമാണെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. കൂടാതെ പ്രതികളുടെ വാടക വീടുകളിൽ നിന്ന് ഏകദേശം 3000 കിലോ സ്ഫോടക വസ്തുക്കളും ബോംബിംഗ് നിർമ്മാണ സാമഗ്രികളും പോലീസ് കണ്ടെത്തിയിരുന്നു.